2025 ജൂൺ 9 ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക, ചിന്തിക്കുക, സഹകരിക്കുക. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ല തൊടുപുഴ താലൂക്ക് കരിമണ്ണൂർ പഞ്ചായത്തിന് സമീപമാണ്. ശ്രീകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായി 2.5 വർഷക്കാലം ഞങ്ങൾ കരിമണ്ണൂർ പഞ്ചായത്ത് കയറിയിറങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ 2023 ജൂൺ 30 ഞങ്ങൾ കരിമണ്ണൂർ പഞ്ചായത്ത് സമരത്തിലാണ്. ബഹുമാനപ്പെട്ട കരിമണ്ണൂർ പഞ്ചായത്ത് സെക്രട്ടറി, പേര് ചേർക്കാത്ത എൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ ശ്രീകുട്ടി എന്ന എൻ്റെ പേര് ചേർക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. നീതി എന്ന പദം വ്യക്തിയുടെ നിയമാനുസൃതമായ പ്രതീക്ഷയുടെ സാക്ഷാത്കാരത്തെ സൂചിപ്പിക്കുന്നു. വ്യക്തിയുടെ അവകാശങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെടുന്നതിനെതിരെ ആ വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നതിനെയും ആ പദം അർത്ഥമാക്കുന്നു. നിയമം, അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ആദർശങ്ങൾക്ക് സകല രാഷ്ട്രീയ വ്യവസ്ഥകളും ഉയർന്ന മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർത്ത് നൽകാതിരുന്നത് മനുഷ്യത്വപരവും ഭരണഘടനാപരമായ ലംഘനമാണെന്ന മഹാസത്യം ഭരണാധികാരികളും ന്യായാധിപരും മനസ്സിലാക്കുക. നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് ജനങ്ങൾ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ കരിമണ്ണൂർ പഞ്ചായത്തിലെ മുൻ സെക്രട്ടറി ജോൺ മാത്യുവിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടതായി വരും. ഇത് ജനാധിപത്യ ഭരണമോ അതോ ഉദ്യോഗസ്ഥ ഭരണമോ? ഒരു പുതിയും കിട്ടുന്നില്ല. ജനാധിപത്യം എന്നാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും അവർ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഭരണകൂടവും ആ ഭരണകൂടം നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവർ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുക എന്നതാണ് ജനാധിപത്യം. അല്ലാതെ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നതിനെയല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ജോൺ മാത്യു, താങ്കളും താങ്കളുടെ മേലുദ്യോഗസ്ഥനും ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ജനന സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ ശ്രീകുട്ടിക്ക് ആധാർ കാർഡ് ഉണ്ടാക്കുവാനോ റേഷൻ കാർഡിൽ പേര് ചേർക്കാനോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അച്ഛന് അസ്ഥിയുടെ തേയ്മാനം കാരണം കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, എൻ്റെ സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഇല്ലാതായത് സർക്കാരിൻ്റെ ഭരണപരിഷ്കാരമോ അതോ ഉദ്യോഗസ്ഥന്മാർ കാരണമോ? എൻ്റെ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം കിട്ടുമോ എന്നറിയാൻ ഒരുപാട് തവണ സർക്കാർ ഓഫീസുകൾ ഞാൻ കയറിയിറങ്ങി. ആനുകൂല്യം എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകളും മുടന്തൻ ന്യായങ്ങളും ഞാൻ കണ്ടും കേട്ടും മടുത്തും സഹിച്ചും ഞാൻ നട്ടം തിരിഞ്ഞും വട്ടം കറങ്ങി എനിക്ക് വട്ടുപിടിക്കുമോ എന്ന് തോന്നിയ അവസ്ഥകൾ. ഇങ്ങനെ പോകുന്ന നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ. ഈ അധ്യയന വർഷത്തിൽ എൻ്റെ കുട്ടികൾക്ക് കുടയും ബാഗും സൗജന്യമായി നൽകിയ ബഹുമാനപ്പെട്ട ഇലഞ്ഞി പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ജോസഫ് MP അടക്കമുള്ളവർക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ബഹുമാന്യരായ ഭരണാധികാരികളെ, നീതിപീഠങ്ങളെ, അന്ധവിശ്വാസങ്ങളിലും കെട്ടുകഥകളിലും വിശ്വസിക്കുന്ന ജനസമൂഹങ്ങൾക്കായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ നിങ്ങൾ നിഷേധിക്കരുത്. പോലീസും വക്കീലും ഞങ്ങളെ കൈവിട്ടതുകൊണ്ട് നീതിക്ക് വേണ്ടി ബഹുമാനായ ഹൈക്കോടതി ജഡ്ജിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഒന്ന് പോലീസ് ആരുമാരെ, ഞങ്ങൾ വരും, വരാതിരിക്കില്ല. ഞങ്ങളെ തല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ. സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. സ്നേഹാലയ സ്വാമിനാഥൻ ഫേസ്ബുക്കിൽ അച്ഛൻ എഴുതിയ വിവിധ വിഷയങ്ങൾ നിങ്ങൾ വായിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. സ്നേഹത്തോടെ സ്നേഹാലയ.